നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വിഷയം 2024 സെപ്റ്റംബർ ഓണമാസമാണ്, ഓണക്കാലമാണ്. ഈ സമയത്ത് പുണർദം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളതാണ് പറയുന്നത്. അതിനു മുന്നായിട്ട് ആദ്യമായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഈ സെപ്റ്റംബർ മാസത്തിൽ ആദിത്യൻ ചിങ്ങം കന്നി രാശികളിലായിട്ട് സഞ്ചരിക്കുന്ന സമയവും പൂരം ഉത്രം അത്തം എന്നീ ഞാറ്റുവേലകളിലുമായിട്ട് സഞ്ചരിക്കുന്ന സമയവുമായിരിക്കും. കറുത്ത പക്ഷത്തിലായിരിക്കും ചന്ദ്രൻ്റെ സ്ഥാനം. മാസാരംഭത്തിൽ സെപ്റ്റംബർ 2 കറുത്ത വാവും 17, 18 തീയതികളിലായിട്ട് വെളുത്ത വാവും സംഭവിക്കുന്നു. തിരുവോണം വരുന്നത് സെപ്റ്റംബർ 15 ഞായറാഴ്ചയാണ്. വക്രഗതിയിൽ കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിലായിരിക്കും ശനിയുടെ സഞ്ചാരപാത. വ്യാഴം ഇടവം രാശിയിൽ മകയിരം നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലും ആയി വക്രഗതിയിൽ സഞ്ചാരം തുടരുന്ന സമയമായിരിക്കും. ചൊവ്വ മിഥുനം രാശിയിൽ മകയിരം തിരുവാതിര നക്ഷത്രങ്ങളിലായിട്ടായിരിക്കും സെപ്റ്റംബർ മാസത്തിലെ സഞ്ചാരം. സെപ്റ്റംബർ മാസാദ്യം ബുധൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കും. സെപ്റ്റംബർ 4 ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയും സെപ്റ്റംബർ 23 ഉച്ചരാശിയായ കന്യയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 16 മുതൽ ബുധൻ മൗഢ്യാവസ്ഥയിൽ ആയിരിക്കും എന്ന വസ്തുതയും പറയുന്നുണ്ട്. ശുക്രൻ മാസാദ്യം നീചരാശിയായ കന്യയിലായിരിക്കും. സെപ്റ്റംബർ 18 തുലാം രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നതാണ്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ് പുണർദം നക്ഷത്ര ജാതകർക്ക് സെപ്റ്റംബർ 2024 വരുന്ന ശുഭാശുഭമായ ഫലങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നക്ഷത്ര ജാതകർക്ക് ഔദ്യോഗികമായും വ്യക്തിപരമായും സ്വതന്ത്രമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകളുണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് തന്നെ അഹങ്കാരിയാണെന്ന തോന്നൽ പലരുടെ മുന്നിലും അത് ഉണ്ടായി വരുന്നതാണ്. ജാതകൻ അഹങ്കാരിയായിരിക്കും എന്നുള്ളത്, അതായത് സ്വതന്ത്ര തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് വഴി അഹങ്കാരം എന്നുള്ള രീതിയിലേക്ക് എത്തപ്പെടാം. പ്രായോഗിക സമീപനത്തിൽ അധിഷ്ഠിതമായിരിക്കും കാര്യങ്ങൾ. എന്നാൽ അവയ്ക്ക് സഹപ്രവർത്തകരുടെ എതിർപ്പ് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അഭിമുഖങ്ങളിലും മത്സരങ്ങളിലും ശോഭിക്കുവാൻ കഴിയുന്നതാണ്. ബിസിനസ് പരമായിട്ട് സാമാന്യമായ വിധം പുരോഗതി കൈവരും. ഊഹക്കച്ചവടങ്ങളിലൊക്കെ മെച്ചം വന്നു ചേരുന്ന സമയമാണ്. വായ്പകളൊക്കെ കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കുവാൻ സാധിക്കുന്നതാണ്. മുടങ്ങി പോകാൻ സാധ്യതയില്ല. ഭൂമി സംബന്ധിച്ചിട്ടുള്ള തർക്കത്തിനൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. തർക്കങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത വളരെ അധികമാണ്. കൂടാതെ വിശേഷമായ കാര്യങ്ങൾക്ക്, വിശേഷമായ അവസരങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ധനം കരുതി വയ്ക്കുവാൻ സാധിക്കുന്നതാണ്. സർക്കാർ പരമായിട്ടുള്ള കാര്യങ്ങൾ, സർക്കാരിൽ നിന്നും വൈകിപ്പോയ അനുമതികൾ ഈ സമയത്ത് ലഭിക്കുവാൻ സാധിക്കും. പ്രേമകാര്യങ്ങളിൽ വല്ല തടസ്സമുണ്ടാകുവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പ്രേമകാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ നേരിടുവാനും ആ ബന്ധങ്ങളൊക്കെ ശിഥിലമായി പോകുവാനൊക്കെയുള്ള ഇടവരാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട്. കുടുംബസമേതം ഒന്നിക്കുവാനും കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾ തുടരുവാനും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുവാനും ഒക്കെയുള്ള സമയമാണിത്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ രീതിയിലായിരിക്കും പുണർദം നക്ഷത്ര ജാതകർക്ക് സെപ്റ്റംബർ 2024 ഈ ഓണക്കാലത്ത് ജീവിതത്തിലേക്ക് അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.
കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.